മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിന്നയനങ്ങൾ. അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ, ആവേശഭരിതങ്ങൾ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിന്നയനങ്ങൾ. അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ, ആവേശഭരിതങ്ങൾ. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂ മൂടും കുറുനിരകൾ. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂ മൂടും കുറുനിരകൾ. കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? കാറ്റിനെ ഞാൻ ശപിച്ചു, അതു നിന്റെ കാമുക ഹൃദയത്തിലൊളിച്ചു ഒളിച്ചു. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ. പിന്നെ പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം. 1000 ചോടികളാൽ മുഖരാനെന്തിനി ആതിര ചന്ദ്രനെ അനുവദിച്ചു. ചന്ദ്രനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ ചെമ്പകമുഖശ്രീയിലൊളിച്ചു ഒളിച്ചു. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിൻ നയനങ്ങൾ. ഇതാണ് ആ പാട്ട്. അപ്പം അതിൽ പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം വരച്ച നിൻ മൃദു മന്ദഹാസത്തിൻ തിരുമധുരം. വയലാറിൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വരികൾ. അതിന് ദേവരാജ് മാഷിൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈണം അതിമനോഹരമായി നമ്മുടെ ജയചന്ദ്രൻ മാഷ് പാടിയിട്ടുണ്ട്. ഇതുപോലെ ധാരാളം പാട്ടുകൾ. ഇപ്പോൾ അതുപോലെ തന്നെ അർജുന മാഷിൻ്റെ സിന്ധു ഫൈനലിൽ പാട്ടുണ്ട്. മംഗലപ്പാലതൻ പൂമണമൊഴുകി മനസ്സിലെ മണിനാഗമിളകി. മംഗലപ്പാലതൻ പൂമണമൊഴുകി മനസ്സിലെ മണിനാഗമിളകി. ഇന്ദ്രവല്ലരി ഇന്ദ്രവല്ലരി ലത പോലിരാവിൽ എൻ സഖി പൂച്ചൂടി മയങ്ങി. എൻ സഖി പൂച്ചൂടി മയങ്ങി. പഞ്ചമി വിളക്കിലെ തിരിയൂതിക്കെടുത്തി പവിഴപ്പൻ മേഘങ്ങളും അവച്ചുറങ്ങി. പഞ്ചമി വിളക്കിലെ തിരിയൂതിക്കെടുത്തി പവിഴപ്പൻ മേഘങ്ങളും അവച്ചുറങ്ങി. ഉറക്കം നടിക്കുമെൻ ദേവിയെ ഉണർത്താൻ ഉറക്കെ പാടുന്ന രാപ്പാടിയായി ഞാൻ. ഉണരൂ ഓമനേ ഉണരൂ, ഒതിരുമാ പുളകപ്പൂ എനിക്കു തരൂ എനിക്കു തരൂ. മംഗലപാലതൻ പൂമണം. ആ മംഗലപാലയുടെ പൂമണം ഒഴുകുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കാണാം. അതാണ് അദ്ദേഹത്തിൻ്റെ ആ വരികളെ താലോലിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി
തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കെടുത്തരുതേ. ഞാൻ മറന്നുപോയി, സോറി. ഒന്നിനി അതുപോലെ ഏത് പാട്ടെടുത്താലും ആ പാട്ടിൻ്റെ വരികളിൽ, അതുപോലെ തന്നെ ഭാസ്കരൻ മാസ്റ്ററും രാഘവ മാസ്റ്ററും ചേർന്നൊരു പാട്ട് കനകാംബരങ്ങളിൽ, കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കിനാവു കാണും, നിന്നെ 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 മാത്രം. ഒരു മനുഷ്യന് രണ്ടവസ്ഥയേ ഉള്ളൂ, ഒന്നുകിൽ കണ്ണടയ്ക്കുക അല്ലെങ്കിൽ കണ്ണ് തുറക്കുക. ഈ രണ്ടവസ്ഥയിലും അതാണ് ഭാസ്കരൻ മാസ്റ്റർ വരികൾ. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കിനാവു കാണും, നിന്നെ 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 മാത്രം. ഇതേപോലെ ധാരാളം പാട്ടുകൾ. ഉദയഭാനു സാറിൻ്റെ എന്നിട്ട് മോമലാൾ വന്നില്ലല്ലോ, എൻ്റെ അടുത്തിരുന്നില്ലല്ലോ എന്നൊരു ലളിതഗാനമുണ്ട്. പിന്നെ എത്ര പാട്ടുകൾ, ഹർഷബാഷ്പം തൂകി, അതുപോലെ തന്നെ മല്ലികപ്പൂവിൻ മധുരഗന്ധം, പിന്നെ സ്വർണ്ണഗോപുരം നർത്തകി ശില്പം MSVയുടെ തിരുവാഭരണം ചാർത്തി വിടർന്നു, തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ നാളെ തിരുവാതിരയാണ്, കുംഭമാസം 20-ാം തീയതി തിരുവാതിര നക്ഷത്രമാണ്. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. ഈ പാട്ട് ഇത് MSV ആദ്യമായിട്ട് മലയാളത്തിൽ 71 ചെയ്ത ലങ്കാദഹനം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സിനിമയ്ക്ക് പോലും പാട്ടുകാരുടെ പടം വച്ച് പോസ്റ്റർ ഇറക്കിയിട്ടില്ല. പക്ഷേ 71 ലങ്കാദഹനം എന്ന ചിത്രത്തിന് MSV സാറിൻ്റെയും തമ്പി സാറിൻ്റെയും പടം വെച്ച് ചുറ്റാകെ യേശുദാസും ജയചന്ദ്രനും എല്ലാവരും ഈശ്വരി വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ. ആ പാട്ടിന് അത്രയും പ്രാധാന്യമുള്ള എല്ലാ പാട്ടിലും, ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി, നക്ഷത്ര രാജ്യത്തെ നത്തൽശാലയും, എല്ലാ പാട്ടുകളും ഒന്നിനും മെച്ചപ്പെട്ട പാട്ടാണ്. അങ്ങനെ പാട്ടിന് വലിയ പ്രാധാന്യമുള്ള ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏത് പാട്ടെടുത്താലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാമ്പ് അതിൽ കാണാം. ഇനി പ്രധാനമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റ് ഭാഷകളിൽ അദ്ദേഹം പാടിയ പാട്ടുകളാണ്. അതിൽ തമിഴ് എടുത്തു കഴിഞ്ഞാൽ, തമിഴിൽ 1973 MS വിശ്വനാഥനാണ് ആദ്യത്തെ പാട്ട് തമിഴിൽ കൊടുക്കുന്നത്. മണിപ്പയൽ എന്ന ചിത്രത്തിൽ തങ്കച്ചിമഴ് പോൽ ഇതഴോ, അത് കണ്ണദാസൻ്റെ വരികളാണ്. അല്ല, കണ്ണദാസനല്ല, വാലിയുടെ വരികളാണ്. രണ്ടാമത്തെ ചിത്രം അലൈകൾ, അതിനകത്ത് CV ശ്രീധരൻ്റെ പടം അലൈകൾ, അതിൽ കണ്ണദാസൻ എഴുതി MSV സംഗീതം നൽകി P ജയചന്ദ്രൻ പാടിയ പൊന്നെന്ന പൂവെന്ന കണ്ണേ ഉൻ കണ്ണാടി ഉള്ളത്തിൻ മുന്നേ ഒരു കല്യാണ പെണ്ണാക ഉന്നേ പുവി കാണാമൽ പോകാതെ പെണ്ണേ പൊന്നെന്ന പൂവെന്ന കണ്ണേ ഉൻ കണ്ണാടി ഉള്ളത്തിൻ മുന്നേ ഒരു കല്യാണ പെണ്ണാക ഉന്നേ പുവി കാണാമൽ പോകാതെ പെണ്ണെ. ഈ പാട്ടുകളൊക്കെ പാടിയ ശേഷം അദ്ദേഹത്തിന് തമിഴിൽ ധാരാളം അവസരങ്ങൾ കിട്ടി. അതിലേറ്റവും പ്രധാനമായി പറയാനുള്ളൊരു പോയിൻ്റ്, തമിഴ് ഭാഷ 65 മുതൽ ചെന്നൈയിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തമിഴ് ഭാഷയുടെ ന്യൂയാൻസസ് എല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരാളാണ് അദ്ദേഹം. തമിഴ് പാട്ടുകൾ പാടിക്കുമ്പോൾ അദ്ദേഹം ലിറിക്സ് എഴുതിയെടുക്കുന്നത് തമിഴിലാണ്. മറ്റു പാട്ടുകാർ, ഇപ്പോൾ മറ്റു പ്രശസ്തരായ ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ ഒന്നുകിൽ മലയാളത്തിൽ എഴുതിയെടുക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയെടുക്കും. ഇദ്ദേഹം മാത്രമാണ് തമിഴിൽ ലിറിക്സ് എഴുതി പാടുന്നത്. അപ്പോൾ ആ തമിഴിൻ്റെ ഒറിജിനാലിറ്റി വരും. അപ്പോൾ ഹവായിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ആരാധികയുണ്ട്, വൈദേഹി എന്ന് പറഞ്ഞു. തമിഴ് സംഘം കൃതികളൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു മഹാപണ്ഡിതയാണ്. അവരെങ്ങനെയോ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു. ഞാൻ ജയചന്ദ്രൻ മാഷായിട്ട് അതേ പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടി രാത്രി സമയങ്ങൾ പലപ്പോഴും ഈ തമിഴ് പാട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും, ഈ
ഇത്രയും പെർഫെക്റ്റായിട്ട് തമിഴ് ഉച്ചരിക്കുന്ന രണ്ട് പാട്ടുകാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് TM സൗന്ദരരാജനും ഒന്ന് P ജയചന്ദ്രൻ. ഈ മെയിൽ സിംഗേഴ്സിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് തമിഴ് ഉച്ചരിക്കുന്ന 2 പേരേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മറ്റേ ഫിമെയിൽ സിംഗേഴ്സ് വേറെ. ഇപ്പോൾ ദേവരാം മാഷിനെ ഒരിക്കൽ പറഞ്ഞു, ദേവരാം മാഷും വൈഫും കൂടി ഇരിക്കുമ്പോൾ TV-യിൽ ഈ പാട്ട് കേട്ടു, രാസാത്തി ഒന്നെ കാണാമെന്ന് വെച്ചാൽ. ആ പാട്ട് കേട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോടി, യവൻ്റെ തമിഴ് ശുദ്ധമാണ്, മറ്റവന്മാർക്കുള്ളതൊക്കെ മലയാളമാണ് എന്ന് പറയും.